തുണി കട്ട് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യാതെ ഇതുപോലുള്ള ഓർഗനൈസർ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് എൻറോൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തേത് ഇവിടെ ഒരു പഴയ ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഷർട്ടിൻ്റെ കോളറിൻ്റെ സൈഡിലെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ഒരു കളറൊക്കെ ഒന്ന് മങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഷർട്ടിൽ സ്റ്റെയിനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കാരണം ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന ആ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ബട്ടൺസ് ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ബട്ടൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻസൈഡ് ഔട്ട്സൈഡ് ആയിട്ടൊന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്കതൊന്ന് ഷർട്ടൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഷർട്ടൊന്ന് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ട് അതൊന്ന് ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി ഒന്ന് എടുക്കാവുന്നതാണ്. ആ ഷർട്ടിൻ്റെ താഴ്ഭാഗമാണ് ഇതുപോലെ മടക്കി എടുക്കുന്നത്. എന്നിട്ട് ഒരു ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. ആ ഹെയർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് പകരം നമുക്ക് വേറെ ഇതിന് ഇതുപോലെ കെട്ടിവെക്കാൻ പറ്റുന്ന വള്ളി ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് കെട്ടിവെക്കണം, എല്ലാം കൂടെ ഒന്ന് കെട്ടിവെക്കണം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റിയ എന്ത് വേണേലും എടുക്കാവുന്നതാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പഴയ പോലെ തന്നെ അത് ഇൻസൈഡ് ഉള്ളിലോട്ടാക്കിയിട്ട് ഇപ്പോൾ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇത് കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലുള്ള പഴയ ഷർട്ടുകളൊന്നും അഴുക്കാക്കി കളയത്തില്ല. കിഡിലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇനി എടുത്തിരിക്കുന്ന ഒരു ഹാങ്ങറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹാങ്ങർ നമ്മൾ ഷർട്ട് ഇടുന്ന പോലെ തന്നെ അത് ഹാങ്ങറിൽ ആ ഷർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അതിലോട്ട് കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ബുക്കിൻ്റെ ആ കവറിങ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലോട്ട് ഞാൻ തുണികൾ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുണികളൊക്കെ ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇഷ്ടം പോലെ നമുക്ക് തുണികൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുട്ടികളുടെ ടീഷർട്ടാണ് മടക്കി എടുത്തത്. അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ എത്ര വെച്ചാലും അതിനകത്ത് കൊള്ളും. നല്ലതായിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കബോർഡിൽ കൊണ്ടിടാവുന്നതാണ്. ഇപ്പോഴത്തെ കബോർഡൊക്കെ ഇതുപോലെ ഒത്തിരി സ്പേസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് തുണികളൊക്കെ വെക്കാവുന്നതാണ്. അതുപോലെ സാരികൾ അങ്ങനെ തുണികളൊക്കെ മടക്കി എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഒതുങ്ങിയിരുന്നോളും, പോകത്തൊന്നുമില്ല. നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് ആ ബട്ടൺസ് ഷർട്ടിൻ്റെ ബട്ടൺ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന നല്ലൊരു ഐഡിയ ആണ്. അടുത്ത രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പില്ലോ കവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പില്ലോ കവർ ഒന്ന് നിവർത്തി ഇട്ടിട്ടുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്ന ഒരു കവറാണ്. കവറിൻ്റെ ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കവർ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള കവറൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇപ്പം എൻ്റേത് കട്ടിയുള്ള കവറാണ്, പക്ഷേ ഒഴുക്കനായിട്ടുള്ള ഒരു കവറാണ്. അപ്പോൾ അതുപോലെ കവർ എടുക്കുമ്പോൾ ആ പില്ലോ കവറിന് ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിലുള്ള പില്ലോ കവർ അല്ലെങ്കിൽ കവറാണെങ്കിൽ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുകയാണെങ്കിലും അതിനകത്ത് ഫിറ്റാകുന്ന തരത്തിലുള്ള വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുക. രണ്ടും ഒരേ കറക്റ്റ് അളവിലുള്ള എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അപ്പോൾ അതിലോട്ട് ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ഷീറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്ത് അതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി എടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 3ആയിട്ടാണ് ഇവിടെ മടക്കുന്നത്. ഒന്ന് മടക്കി പിന്നെ അടുത്ത ഒന്നുകൂടെ മടക്കിയിട്ട് ഈ രീതിയിലൊന്ന് 3ആയിട്ട് മടക്കി എടുക്കണം. അങ്ങനെ അതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനിയൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ആ മടക്കി എടുത്ത പില്ലോ കവറിന് വീതി എത്രയാണെന്ന് ഒന്ന് അളന്നെടുത്തിട്ട് നമ്മൾ ആ പില്ലോ കവറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആ അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അളവിന് തന്നെ നീളത്തിലും വീതിയിലും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ക്വയർ പോലെയാണ് കിട്ടുന്നത്. അതേ രീതിയിൽ നമ്മൾ മടക്കി എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റേ എൻഡിലും
സൈഡിലും ഇതേപോലെ അളന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്ന എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലും ഇപ്പോൾ ഒരു സൈഡിൽ വരച്ചു, അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് മറ്റേ സൈഡിൽ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 സൈഡിലും ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ പോലാണ് കിട്ടുന്നത്. നമ്മൾ പില്ലോ കവർ മടക്കി എടുക്കുമ്പോൾ എത്ര വീതിയിലാണോ കിട്ടുന്നത്, എത്ര വീതിയിലാണ് ആ ഒരു അളവിലായിരിക്കണം നമ്മൾ ലെന്തൂടെ എടുക്കണം. അതായത് ഒരു സ്ക്വയർ പോലാണ് അത് വരുന്നത്. ഇനി അത് നൂത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ മാർക്ക് ചെയ്ത ഒരു മാർക്ക് കാണാവുന്നതാണ്. അങ്ങനെ മാർക്ക് ചെയ്തത് അതിൻ്റെ ആ രണ്ടും കൂടെ ജോയിൻ്റായിട്ട് വരുന്ന ആ ഒരു കോണറുണ്ടല്ലോ, അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് പൊക്കിയെടുക്കാം. അങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അതിനുള്ളിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. അത് ചുരുണ്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് ആ കോണർ പിടിച്ച് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതെല്ലാം ചുരുണ്ട് വിട്ടുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതും പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കവറാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ കുറച്ച് ചെറുതാണ്, അതുപോലെ പില്ലോ കവർ കുറച്ച് വലുതുമാണ്. അപ്പോൾ അത് എല്ലാം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിതേ. ആ വരച്ചിരിക്കുന്നതിൻ്റെ ആ കോർണർ പിടിച്ച് നമ്മൾ ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് അത് സ്ലിപ്പൊന്നും ആയി പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടുസൂചി പോലുള്ള ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത മുട്ടുസൂചിക്ക് ലെന്ത് ഇല്ല, അപ്പോൾ നീളത്തിലുള്ള മുട്ടുസൂചി വരുന്നത് വേണം എടുക്കാനായിട്ട്. അങ്ങനെ അത് തെന്നി പോകാതിരിക്കാനായിട്ട് ഇത് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് കുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ 3-4 എടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ അത് പൊക്കുന്നുണ്ടെങ്കിൽ അത് സ്ലിപ്പായി ഒന്നും പോയല്ലോ, നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കുത്തി കൊടുക്കാൻ പറ്റിയ വേറെ സൂചിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്ലിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്ലിപ്പൊക്കെ ആണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലിപ്പൊന്നും ആയി പോകാതിരിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വേണ്ടിയിടത്തൊക്കെ നമുക്ക് എവിടെയൊക്കെ അത് സ്ലിപ്പായി പോകുന്നൊക്കെ ഇതൊന്നും തോന്നുന്നുണ്ട്, അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ കോർണറിലൊന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് എടുക്കാവുന്നതാണ്. അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ നമ്മൾ വരച്ചു കൊടുത്ത വര രണ്ടും ഒരേ രീതിയിലായിരിക്കണം വരാനായിട്ട്. അങ്ങനെ പിടിച്ചെടുത്ത് കൊടുത്തിട്ട് നമുക്ക് അതും മാറിപ്പോകരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ക്ലിപ്പുകൾ വെച്ചൊന്ന് ടൈറ്റ് ആക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ അവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സൂചി നൂലും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വരച്ച ആ ഭാഗത്തൂടെ ഒന്ന് നമുക്ക് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ബാക്കിലൂടെ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ആ വരയിൽ കൂടെ ആണോ നമ്മൾ തയ്ച്ച് വരുന്നതിനോട് ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇനി തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ 4 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തു. അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തത് മാർക്ക് ചെയ്തത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും നമ്മൾ ആ കോർണർ ഒന്ന് പൊക്കിയെടുക്കുന്ന സമയത്ത് സ്ലിപ്പാകാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മുട്ടുസൂചി ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ക്ലിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ഈ 4 സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോരുതേ. ഇപ്പോൾ 4 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തയ്ച്ചെടുക്കുന്നത് നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലാണ്. ആണ്ടോ, ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഒരു വാല് പോലെ അകത്തോട്ടും ഒരു വാലുണ്ട്, പുറത്തോട്ടും ഒരു വാല് പോലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ആ സൈഡിൽ തയ്ച്ച് നമ്മൾ എടുത്തതെല്ലാം കൂടെ എല്ലാം കൂടെ ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒരുപോലെ ഒന്ന് പിടിച്ചെടുത്തിട്ട് നല്ല നീറ്റായിട്ടൊന്ന് പിടിച്ചെടുത്തിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് സൂചി നൂലും വെച്ചിട്ട് 3 ഇടത്തായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ തയ്ച്ചെടുത്ത എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ തയ്ച്ചെടുത്ത എല്ലാം കൂടെ ഒരേപോലെ ഒന്ന് എടുത്തിട്ട് ഒരു ക്ലിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒരു സൈഡിൽ ഒരറ്റത്തായിട്ടൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് വേണമെങ്കിലും തയ്ക്കാൻ ഞാനിപ്പോൾ 3 അടുത്തായിട്ട് മാത്രമേ ഇത് തയ്ച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് തയ്ച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇവിടെ തയ്ച്ചെടുക്കുന്ന അതേപോലെ തന്നെ മറ്റേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലും ഇതേപോലെ തയ്ച്ച് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ തയ്ച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. നല്ലൊരു ക്ലോത്ത് ഓർഗനൈസറാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. തുണികൾ വെക്കാൻ മാത്രമല്ല നമുക്ക് ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് നമുക്ക് ബുക്ക് വെക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ടാണെങ്കിലും അതിൻ്റെ ഭാഗത്ത് ഇതുപോലെ കാർഡ്ബോർഡ് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ്. താഴെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഓർഗനൈസറാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തയ്ച്ചെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ അതിലോട്ട് തുണികൾ വെച്ച് കാണിക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ തുണികൾ അടുക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്ന് കബോർഡിലുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ തുണികൾ അടുക്കി വെക്കുമ്പോൾ താഴെ ഇരിക്കുന്നത് എടുക്കുമ്പോൾ മുകളിലിരിക്കുന്ന എല്ലാം കൂടെ ഇളകി താഴെ വീഴും. പിന്നെയും നമ്മളത് മടക്കി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇങ്ങനെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ടാകത്തില്ല. നമുക്ക് എത്ര തുണികൾ വേണേലും ഇതിനകത്ത് വെക്കാവുന്നതാണ്. ഈസിയായിട്ട് വെക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാം. ഒന്നും തുണികളൊന്നും ഇളകി വീഴുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. കൊച്ചു പിള്ളേർക്കാണെങ്കിലും ഇത് നന്നായിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് വെക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ തുണികളൊക്കെ ഒതുക്കി വെക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണിത്. അപ്പോൾ ഇതിൽ ഞാൻ തുണികളൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തുണികൾ എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ കാർഡ്ബോർഡ് വേണമെങ്കിൽ അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളും. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം, അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇത് എടുത്തുകൊണ്ട് പോകുന്നതിനും ഒന്ന് എടുക്കുന്നതിനൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് മാറ്റി എടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കബോർഡിൽ നമുക്ക് തുണികൾ നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോഴും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോഴും നമ്മൾ ഉണ്ടാക്കി എടുത്തതിന് രണ്ട് സൈഡിലായിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ടാണെങ്കിലും തുണികൾ വെക്കുകയും എടുക്കുകയൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓർഗനൈസറാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പില്ലോ കവറാണ്. പിന്നീട് എടുത്തിരിക്കുന്ന ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് അതൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. വെട്ടിയൊന്നും കളഞ്ഞിട്ടില്ല. ഒന്നുകൂടി സ്ട്രോങ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്, മടക്കി വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എടുത്തിരിക്കുന്ന പില്ലോ കവർ ഈ രീതിയിലാണ് പിടിച്ച് എടുക്കേണ്ടത്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ആ കാർഡ്ബോർഡ് ബോക്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. അങ്ങനെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സൈഡിലോട്ട് എക്സ്ട്രായിട്ട് വന്ന പോർഷനൊക്കെ അന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഉള്ളിലോട്ട് വരുന്നത് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഉള്ളിലൊന്ന് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് കിട്ടും. പിന്നെ ബാക്കിൽ ആ പില്ലോ കവറിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള ആ പോർഷൻ ഇവിടെ കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് തയ്ച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സേഫ്റ്റി പിൻ വെച്ചിട്ടൊന്ന് കൊളുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതും നമുക്ക് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് രണ്ട് സൈഡിൽ നിന്നൊന്ന് മടക്കി എടുത്തിട്ട് അതൊന്ന് ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സേഫ്റ്റി പിൻ വെച്ചിട്ടൊന്ന് ടക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പില്ലോ കവറിൻ്റെ രണ്ടറ്റവും നമ്മൾ ഇതുപോലെ ഒന്ന് നീറ്റായിട്ടൊന്ന് മടക്കി ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ഒരു കാർഡ്ബോർഡ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബുക്കിൻ്റെ കട്ടിയുള്ള കവറിങ്ങാണ് എടുത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ തുണിയൊക്കെ വെച്ച് പറ്റിയ നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടിങ്ങും ഇല്ല, സ്റ്റിച്ചിങ്ങും ഇല്ല, ഓർഗനൈസർ ഇവിടെ 5 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് ടിപ്പ്, ഞാനിവിടെ സോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സോപ്പയിലോട്ട് സൂചി ഒന്ന് കുത്തി കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സൂചി എടുത്തിട്ടുണ്ട്. ഞാൻ ആ സൂചി എടുത്തിട്ട് ആ സോപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് ഒന്ന് കുത്തി ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ സൂചിയിൽ നൂലൊക്കെ കോർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ സൂചി ഒന്ന് കുത്തി കൊടുത്ത് അതിൻ്റെ അറ്റം അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ടിഷ്യൂ പേപ്പറൂടെ വെച്ചിട്ടാണ് പിടിച്ച് വലിക്കുന്നത്. കാരണം അത് സോപ്പ് ഒരു സ്ലിപ്പറി ആണല്ലോ. അപ്പോൾ അത് തെന്നി പോകാതെ പിടിച്ച് നന്നായിട്ട് വലിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് അങ്ങനെ വലിച്ചെടുത്തിട്ട് ആ നൂലൊന്ന് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ആ സൂചിയൊക്കെ ഒന്ന് ഒരു കത്രിക ഉപയോഗിച്ച് അതൊന്ന് വെട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം.
ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വാഷ് ബേസിൻ്റെ സൈഡിൽ അതുപോലെ സിങ്കിൻ്റെയൊക്കെ സൈഡിൽ തൂക്കിയിടാവുന്നതാണ്. എന്നിട്ട് കൈ കഴുകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സോപ്പ് ഒട്ടും തീർന്നു പോകത്തില്ല. അതുപോലെ നമ്മുടെ മിക്ക പ്രശ്നമാണ്, എല്ലാ ആൾക്കാർക്കും ഉള്ള പ്രശ്നമാണല്ലോ, സോപ്പ് പെട്ടെന്ന് അലുത്ത് പോകും വെള്ളം വീണിട്ട്. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ഞാനിവിടെ കൈ കഴുകി കാണിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സോപ്പ് എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഒട്ടും അത് തീർന്നു പോകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ 2 മാസമായ പോലും നമ്മുടെ സോപ്പ് തീർന്നു പോകത്തില്ല. കണ്ടില്ലേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.